തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കുടിവെള്ള പദ്ധതിക്കായി റോഡ് പൊളിച്ചതോടെ റോഡ് കുളമായിരിക്കുകയാണ് തിരൂരങ്ങാടി നഗരസഭയിലെ കരിപ്പറമ്പ് അരിപ്പാറയിൽ. അതിനാൽ തന്നെ നാട്ടുകാർ കടുത്ത പ്രയാസമാണ് ഇവിടെ അനുഭവിക്കുന്നത്. കല്ലക്കയം പമ്പ് ഹൗസ് മുതൽ കരിപ്പറമ്പിലെ പൊടിമില്ല് വരെയുള്ള റോഡിലാണ് നിലവിൽ കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടുള്ളത്. 3 മാസത്തിലധികമായി ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട്. റോഡിന്റെ റീടാറിങ്ങോ കോൺക്രീറ്റ് പ്രവൃത്തിയോ വൈകുന്നതിനനുസരിച്ച് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാകും. അരിപ്പാറയിലെ രാത്രികാലങ്ങളിൽ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭീതിയിലാണ്. നിരവധി പേർക്ക് പൈപ്പിടലിനു വേണ്ടി കുഴിച്ച റോഡിൽ വീണ് അപകടവും സംഭവിച്ചിട്ടുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന നഗരസഭാ പണം ഉപയോഗിച്ച് നഗരസഭാ പരിധിയിലെ വിവിധ ഇടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത്. കടലുണ്ടിപ്പുഴ കല്ലക്കയം പമ്പ് ഹൗസിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുപോകാനാണ് അരിപ്പാറയിൽ റോഡ് പൊളിച്ചിട്ടുള്ളത്. അരിപ്പാറ മസ്ജിദിനും മദ്രസയ്ക്കും സമീപത്തെ റോഡിൽ വാനം കറുത്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ചളിയിൽ പൂണ്ടുപോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഈ വഴി ദിനേന കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ പൈപ്പിടലിലെ മെല്ലെപ്പോക്ക് കാരണം പ്രയാസം നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ വാഹനങ്ങൾ കിലോമീറ്ററുകൾ വഴിതിരിച്ചുവിട്ടാണ് യാത്ര ചെയ്യുന്നത്. മെയ് 30 മുതലാണ് റോഡ് അടച്ച് പൈപ്പിടൽ തുടങ്ങിയത്. എന്നാൽ പൈപ്പിൻ്റെ ലഭ്യതയില്ലാത്തതിനാൽ പണി പാതി വഴിയിൽ ഇട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കരിപ്പറമ്പ് മുതൽ തൃക്കുളം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരെയുള്ള പൈപ്പ് മാറ്റൽ, പൊതുമരാമത്ത്, റോഡ് നവീകരണം പൂർണ്ണമായി കഴിഞ്ഞാൽ റോഡ് വെട്ടിപ്പൊളിക്കാൻ അനുമതി ലഭിക്കില്ലെന്നതും തുടർന്നുള്ള പ്രവൃത്തി നീണ്ടുപോകാൻ ഇടയായിട്ടുണ്ട്. വകുപ്പുകളുടെ ഏകോപനമില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ നാട്ടുകാർക്കിടയിൽ കടുത്ത അമർഷം പുകയുന്നുണ്ട്. പ്രവൃത്തി എന്ന് പൂർത്തിയാകുമെന്നും വെട്ടിപ്പൊളിച്ച റോഡ് എന്ന് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നതിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വ്യക്തമായ മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. മനുഷ്യാവകാശ പ്രവർത്തകനായ അബ്ദുറഹീം പൂക്കത്താണ് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.